you. Hey, where is my daughter? How did you see her? Come on, tell me! She is my daughter. She is my daughter. Who sold this film? Where is she now? हमको नहीं मालूम. हम फिल्म किसी से लेते नहीं. फिल्म लेके बेचते हैं हम तो. If you want, I can give the address of the studio from whom I have taken the film. You have to put your hand on his shoulder and you have to embrace him. Now slowly get up, both of you. Yes, get up slowly. Get closer. Now, hold it, baby. I'll show them how to do. Right. Remove your shirt. You show it, sir. Remove your shirt. I'll tell you how to do it. That's it. Oh. Ah. I tell you when to kiss. Yes, wait. Yes. I think I'm getting a good one. Yes. That's nice. She's doing fine. Oh, really? Now, baby, you have to change your position. You have to lie on his lap. I'll tell you when to do. Now you lie on his lap. Make it a good one, yes. Don't look into the camera. Right. Yes. Embrace him, yes. Yes, that's it. Make it more intimate, yes. Give her a passionate kiss. I think I'm getting it. I'm coming closer. Be careful. Now kiss her. Kiss her. That's it. That's a good one, eh? Very good. I think I've got it, yes. Hello, sir. Now you can get up. All of you can go. Call it a day. Yes, thank you. Please come, sir. അങ്ങനെയാണെങ്കിൽ ചാർലിയുടെ പരിചയക്കാരനായി ഗോപൻ എന്നൊരു ഫോട്ടോഗ്രാഫർ ഉള്ളതായി എനിക്കറിയാം. ഗോപൻ? എവിടെയാണ് ഗോപന്റെ സ്റ്റുഡിയോ? സ്റ്റുഡിയോ എന്ന് പറയാനൊന്നുമില്ല. അവൻ താമസിക്കുന്ന മുറി തന്നെയാണ് സ്റ്റുഡിയോ. I am G. Pal. യുവലഹരി എന്ന മാസികയുടെ എഡിറ്ററാണ്. ഇത്രയും സൗകര്യം വെച്ചിട്ടാണോ മിസ്റ്റർ ഗോപൻ ഈ ബിസിനസ് ചെയ്യുന്നത്? അത്ഭുതം തന്നെ. മിസ്റ്റർ ഗോപൻ, എനിക്ക് കുറച്ച് ന്യൂഡ് ഫോട്ടോസ് വേണം. എന്റെ മാസികയുടെ കവർ അടിക്കാൻ വേണ്ടിയാണ്. സോറി, എന്റെ കയ്യിൽ അത്തരം ഫോട്ടോസ് ഒന്നുമില്ല. മിസ്റ്റർ ഗോപൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മൾ തമ്മിലുള്ള ബിസിനസ് ആരും അറിയാൻ പോകുന്നില്ല. എനിക്കും അത് ആവശ്യമാണല്ലോ. പിന്നെ ചാർലി എന്റെ ഫ്രണ്ടുമാണ്. ഏത് ചാർലി? നിങ്ങളുടെ സുഹൃത്ത് ചാർലി. എനിക്കങ്ങനെ ഒരു സുഹൃത്തില്ല. നിങ്ങൾ ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? ഈ ഫോട്ടോ നിങ്ങൾ എടുത്തതല്ലേ? ഞാനെടുത്തതല്ല. പിന്നെ ആരെടുത്തതാണ്? എനിക്കെങ്ങനെ അറിയാം? നിനക്കറിയില്ലല്ലേ? ഇരിക്കണവിടെ. സത്യം പറയാ, ആരാണ് ഈ ഫോട്ടോ എടുത്തത്? സത്യം ഞാനല്ല. അറിയാം. ചാർലി ആ പെൺകുട്ടിയും കൊണ്ട് ഇവിടെ വന്നിരുന്നു. എന്നിട്ട് വല്ല മോഡൽ ഗേൾസിനെയും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിരുന്നു. സത്യം പറയൂ, എവിടെയാണ് താമസം? സത്യമായിട്ടും എനിക്കറിയില്ല. അവൻ താമസിക്കുന്ന ഒരു മുറിയുണ്ടായിരുന്നു. ഒരു പക്ഷേ അവിടെ കാണും. അവനിപ്പോ എന്നെ കാണാൻ വരാറില്ല. എവിടെയാണ് ആ സ്ഥലം?
Where is my daughter? Tell me, where is she? പ്രീതി എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. അവൾ വെസ്റ്റ് സ്ട്രീറ്റിൽ എവിടെയുണ്ട്. Red Street. My God! बोलिए साहब, आपको कैसी लड़के चाहिए? यहाँ तो सारा हिंदुस्तान भरा हुआ है. हाय हाय हाय, आपका मन जीत लेंगे. मराठी चाहिए आपको? गुजराती, नेपाली, पंजाबी और मद्रासी. जरा आप देख लीजिए, सब कुछ है. आप तो नए हैं, इसलिए आप शायद पद्मा रानी को नहीं जानते. पद्मा रानी कभी झूठ नहीं बोलती, धोखा नहीं देती. मद्रासी लड़कियों को सलवार कमीज पहना के पंजाबी बनाने का काम पद्मा रानी नहीं करती. वो कोई और होगा. अपना धंधा तो अलग है. पद्मा रानी बिजनेस में धोखा नहीं करती. बोलिए साहब, आप चुप क्यों हैं? आप अपनी पसंद तो फरमाइए. अपनी लड़कियां बिल्कुल खानदानी है. आप चिंता नहीं कीजिए, कोई गड़बड़ नहीं होगा. बोलिए ले साहब, आपको कैसे लड़के चाहिए? मद्रासी. मद्रासी. पैसा निकालो. हाँ. अरे वो शांता, इधर आ, जल्दी आ. साहब नए आदमी है. शांति भाई, इनको जरा खुश कर देना. നാണിച്ചോ? പറയൂ. ഞാനൊരു കാര്യം അറിയാൻ വന്നതാണ്. ഓ, സാഹിത്യകാരനായിരിക്കും. എന്റെ ആത്മകഥ അറിയാനായിരിക്കും അല്ലേ? ഞാൻ പലരോടും പലവിധത്തിലും പറഞ്ഞു കഴിഞ്ഞതാണ്. പുതിയതായി ഒന്നും എനിക്ക് പറയാനില്ല. അതൊന്നും വേണ്ട. ഇത് ആരുടെ ഫോട്ടോ ആണ്? ഇവിടെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയെന്നൊന്ന് പറഞ്ഞു തരാമോ? ഇവൾ ഈ മെമ്പർ ഹൗസിൽ തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇവളെ പ്രേമിച്ചവൻ നാട്ടിൽ നിന്നൂടെ കൊണ്ടുവന്ന് വിട്ടിരിക്കുമല്ലേ? നോക്കൂ, ഞാൻ എന്റെ അനുഭവം പറഞ്ഞെന്ന് മാത്രം. എന്റെ അച്ഛനോ ഏട്ടനോ എന്നെയും അന്വേഷിച്ച് നിങ്ങളെപ്പോലെ ബാംബെ തെരുവിൽ നടന്നിട്ടുണ്ടാവും. ഈ പെൺകുട്ടി നിങ്ങളുടെ ആരെന്നും ചോദിക്കുന്നില്ല. ആരും ആയിക്കൊള്ളട്ടെ. വേശ്യാലയത്തിൽ നിന്ന് ഇവളെ തിരിച്ചു കിട്ടിയാൽ നിങ്ങളെപ്പോലവരുടെ മാന്യത ഇവൾക്ക് എന്ത് സ്ഥാനമാണ് നൽകുക? നിങ്ങൾ പണക്കാരനായിരിക്കും, അതുകൊണ്ട് എല്ലാം മറച്ചു വയ്ക്കാൻ സാധിച്ചെന്ന് വരും. ഇവളെ ഇത്ര നമ്പർ ഹൗസിൽ നിന്നോ ഏതെങ്കിലും തെരുവിൽ നിന്നോ കണ്ടുപിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇവളെ തിരിച്ചു കിട്ടുന്നതല്ല. ഇതൊരു ചുടുകാടാണ്, സ്ത്രീത്വത്തിന്റെ ശ്മശാനം. എന്തിനോരോന്ന് പറയുന്നു? ഇത് കഥ പറയാനുള്ള നേരമല്ല.